عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ മഹത്തായ പഠന ക്യാമ്പിൽ സംബന്ധിക്കാനും ദീനിൻ്റെ നേരായ വശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് അനുകൂലമായി ഒരുങ്ങിക്കിട്ടി. ഈ സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി റബ്ബിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മളിവിടെ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന വിഷയം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വിഷയം, ഇതിൻ്റെ പ്രാധാന്യം എത്ര ആളുകൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പഠന വിധേയമാക്കേണ്ട സംഗതിയാണ്. അഖീദയുടെ വിശ്വാസ ഗ്രന്ഥങ്ങൾ, കിതാബുകൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും അതിലെ ചില പ്രയോഗങ്ങൾ നമുക്ക് തോന്നും ഇതെന്താണ് ഇങ്ങനെ രേഖപ്പെടുത്തിയത് എന്ന്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അതിലെ ചില അധ്യായങ്ങൾ പോലും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ലോകത്ത് എഴുതപ്പെട്ട ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളും റിജാലിൻ്റെ ഗ്രന്ഥങ്ങളും അവിടെ നിന്നിങ്ങോട്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നത് അഹ്ലുസുന്നയും മറ്റു വ്യതിയാന കക്ഷികളും തമ്മിലുള്ള വ്യത്യാസം വേർതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ക്ലിപ്പ് ഇടാൻ പറഞ്ഞു. ക്ലിപ്പൊന്നും ഇടണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചോദിച്ച് പഠിക്കാം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരു ചോദ്യം ഞാൻ ചോദിക്കും, ഞാൻ എന്നോടും നിങ്ങളോടും കൂടെ ചോദിക്കണം. അപ്പം പിന്നെ വ്യത്യാസമൊന്നുമില്ല. ആ ചോദ്യം എന്നോടും നിങ്ങളോടും കൂടെ ചോദ്യം വളരെ സിമ്പിളായ ഒരു ചോദ്യമാണ്. ഞാൻ ഉത്തരം പറഞ്ഞാൽ ആ ഉത്തരത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പോവാം. എന്താണ് ഈമാൻ? ഈമാൻ ഉണ്ട് എല്ലാവർക്കും? ഈമാൻ അറിയോ? എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. ചോദ്യം, എന്താണ് ഈമാൻ? നമുക്ക് അഹ്ലുസുന്നയും വ്യതിയാന കക്ഷികളും അറിയോ എന്ന് അറിയാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു ചെറിയ സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. മൽ ഈമാൻ, എന്താണ് ഈമാൻ? കൈവക്കിയിട്ട് പറഞ്ഞു. കൈവക്കി എഴുന്നേറ്റെന്ന് പറഞ്ഞോ. വേറെ മൈക്കുണ്ടെങ്കിൽ മൈക്ക് കൊടുത്തോ, മൈക്ക് പറഞ്ഞോട്ടെ. നമുക്കിവിടെ ഔപചാരികത ഒന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കണ പോലെ വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ബേജാറാകണ്ട. ഔപചാരികതകളൊന്നുമില്ല. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പഠിക്കുകയാണ്. ചോദ്യം വളരെ സിമ്പിളാണ്. മുഅ്മിനാകാതെ ആർക്കും സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. മുഅ്മിനാകണം, വിശ്വാസിയാകണം, ഈമാൻ വേണം എന്നൊക്കെ നമ്മൾ വാദം പറയും. ചോദ്യം സിമ്പിൾ ചോദ്യം. അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമല്ല, അതിന് പുറമെയുള്ള ഫിറഖുകൾ എന്ന വിഷയം സംസാരിക്കുമ്പോൾ ചോദ്യം ഒന്ന്, മൽ ഈമാൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ ഖൈരി വ ശർരി മിനല്ലാഹി തആല.
ഇതാണ് സാധാരണ പഠിച്ചിട്ടുള്ളത്. ആ, അതിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ആദ്യം ഒരാൾക്ക് ഉണ്ടാകേണ്ടത്, യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം. മനസ്സിലായി, ഇത്തരം മനസ്സിലായി. ഇത് ജവാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഉത്തരമാണ്. ഏത് വിഷയത്തിൽ? സുആലു ജിബ്രീൽ, ജിബ്രീലിൻ്റെ ചോദ്യം വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിയുടെ ജവാബാണ്. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. അഹ്ലുസുന്ന, അവിടെ മൈക്കൊടുത്തു. അഹ്ലുസുന്ന എന്ന വിഷയം സംസാരിക്കുമ്പോൾ, മറ്റു ഫിറഖുകളെ സംസാരിക്കുമ്പോൾ വന്ന ചോദ്യം മൽ ഈമാൻ, എന്താണ് ഈമാൻ? അൽ ഈമാനു തസ്ദീഖും ബിൽ ഖൽബി വനുതുഖും ബിൽ ലിസാനി വ അമലും ബിൽ ജവാരി. അൽ ഈമാനു തസ്ദീഖും ബിൽ ഖൽബി, പിന്നെ വനുതുഖും ബിൽ ലിസാനി വ അമലും ബിൽ ജവാരിഹ്. കൊടുക്കും മൈക്കോട്. ഇവിടെ ഒരു ഉത്തരം പറഞ്ഞു നിങ്ങളോട്. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി എന്ന് പറഞ്ഞിട്ട് നബി പറഞ്ഞൊരു ഉത്തരം പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു തസ്ദീഖും ബിൽ ഖൽബി വനുതുഖും ബിൽ ലിസാനി വ അമലും ബിൽ ജവാരിഹി മൽ ഫറഖു ബൈനഹുമ. എന്തുകൊണ്ട് നിങ്ങൾ ആ ഉത്തരം പറഞ്ഞു? പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം. പണ്ഡിതന്മാർ അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തത് കൊണ്ട് പറഞ്ഞാണ്. എന്തിന് പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരണം കൊടുത്തു? ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക. അല്ല, എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് നബി പറഞ്ഞൊരു വിശദീകരണം വളരെ വിശാലമായ അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി കിടക്കുമ്പോൾ പണ്ഡിതന്മാർ വന്നിട്ട് എന്തെടുക്കുക? അൽ ഈമാൻ, വിശ്വാസം എന്ന് പറഞ്ഞാൽ തസ്ദീഖും ബിൽ ഖൽബി, ഹൃദയം കൊണ്ടുള്ള തസ്ദീഖ്, സത്യപ്പെടുത്തലാണ്. വനുതുഖും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയലാണ്. വഅമലും ബിൽ ജവാരിഹി, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. പറഞ്ഞോ, ഇത്തരം പറഞ്ഞ ആൾ മറുപടി പറയൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞോ? വേറെ ആൾക്കാരുണ്ടല്ലോ, പറഞ്ഞോ. ആർക്കും കൈപൊക്കി മറുപടി പറയാം. പറഞ്ഞോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോ, കൈപൊക്കിക്കോ. ഉണ്ടോ? ആരും മിണ്ടണില്ലല്ലോ. കുടുങ്ങൊന്നുമില്ല ഇവിടെ, കുടുങ്ങലേ ഇല്ല. അങ്ങനെയൊന്നും ആരും ബേജാറാകണ്ട. ഇത് കുടുക്കലല്ല, കുടുക്കൂരല്ല, കുടുങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് ഊരിയെടുക്കലാണിത്. ഒന്ന് ആലോചിച്ചല്ലോ നിങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിച്ചല്ലോ ഒരു ഇച്ചിരി നേരം കൊണ്ട്, അതന്നെ മതി. ഉത്തരം പറയണമെന്നില്ല. അല്ല, എന്തോ ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചില്ലേ, അതന്നെ മതി. അങ്ങനെ ചിന്തിച്ചൊന്ന് തുടങ്ങിയാൽ തന്നെ ശരിക്കും മാറ്റം ഉണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ ഒരധ്യായം കൊണ്ടുവന്നു, ബാബുൽ ഈമാൻ. പേരെന്താണ്? ബാബുൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് പറയുന്ന അധ്യായം. വഖൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. നബി പറഞ്ഞു, എന്ത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളുടെ മേലാണ് പടുക്കപ്പെട്ടത്. എന്നിട്ട് അടുത്ത വാചകം വഹുവ ഖൗലുൻ വഫിഅലുൻ. എന്താ പറഞ്ഞത്? വഹുവ ഖൗലുൻ വഫിഅലുൻ. അത് ഖൗലാണ്, ഫിഅലാണ്. ഏത്? ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗല് എന്ന് പറഞ്ഞാൽ വാക്ക്, ഫിഅൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. എന്നിട്ട് പിന്നങ്ങോട്ട് അദ്ദേഹം ആയത്തുകൾ ഇങ്ങനെ ഫത്ഹിലെ ആയത്ത്, കഹ്ഫിലെ ആയത്ത്, മറിയമിലെ ആയത്ത് ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഈമാൻ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവിടെ കൊണ്ടുവന്നിട്ടൊരു ഖൗലും അമലും തസ്ദീഖും ഒക്കെ ഫിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ട്? മനസ്സിലായോ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇമാം ബുഖാരി എന്തിനാണ് തൻ്റെ സ്വഹീഹ് എഴുതിയത് എന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇമാം ബുഖാരിക്ക് ഏറ്റവും അധികം വിമർശകരുണ്ടായത്? നമുക്കിപ്പോഴും മനസ്സിലാകണില്ല. ചില ആളുകൾ വിചാരിച്ച ഹദീസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിത്തെറിച്ച് കിടന്നപ്പോൾ ഇമാം ബുഖാരി നടന്നിട്ട് എന്തെടുത്തു? ആ ഹദീസൊക്കെ കൊണ്ടുവന്ന് കൊട്ടയിലാക്കി നമുക്ക് എടുത്തു തന്നു എന്നാണ് പലപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഇമാം ബുഖാരി റഹിമഹുല്ല, അദ്ദേഹത്തിന് എന്തുകൊണ്ട് എത്രയും അധികം വിമർശകരുണ്ടായി എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണത്. ഇമാം ബുഖാരി സ്വഹീഹ് എഴുതുമ്പോൾ
ആ കാലഘട്ടത്തിലെ വ്യതിയാന കക്ഷികളുടെ നട്ടെല്ല് വെട്ടുകയായിരുന്നു ചെയ്തത്. ഖണ്ഡനം നടത്തുകയായിരുന്നു. ആര് ചെയ്തത്? ഇമാം ബുഖാരി ചെയ്തത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ഇസ്ലാമിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞ് രൂപപ്പെട്ടു വന്ന പ്രധാന കക്ഷികൾ, ഒന്നാം കക്ഷി എന്ന് പറയാവുന്ന റസൂലുള്ളാഹിന്റെ തൻ്റെ തിരുനാവ് കൊണ്ട് പ്രഖ്യാപിച്ച ഒരു കക്ഷിയാണ് ഖവാരിജുകൾ. ഖവാരിജ് എന്ന് റസൂൽ പറഞ്ഞില്ല, ആ വാക്ക് പ്രയോഗിച്ചിട്ടില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ള ഗനീമത്ത് സ്വത്ത് വിതരണം ചെയ്യുമ്പോൾ അതിൽ അതൃപ്തി വന്ന ഒരുത്തൻ പ്രവാചകന്റെ കൂട്ടത്തിൽ, സ്വഹാബത്തിന്റെ കൂട്ടത്തിലിരുന്ന് റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കി ഇഅ്ദിൽ യാ മുഹമ്മദേ നീ നീതി കാണിക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ദുൽഖുവൈസിറ എന്ന വ്യക്തി. ആ ദുൽഖുവൈസിറ എന്ന വ്യക്തിയെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരിച്ച ഘട്ടത്തിൽ പ്രവാചകന് സ്വാഭാവികമായും ആ ചോദ്യം വിഷമമുണ്ടാക്കുകയും പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയും ചെയ്തു, ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ ആര് നിങ്ങളോട് നീതി കാണിക്കാനാണ്? ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ചോദിച്ചത്, ഇവന്റെ അവന്റെ പെരടി ഞാൻ വെട്ടട്ടെയോ എന്ന്. നബി പറഞ്ഞു വേണ്ട. പല കാരണങ്ങൾ നബി അതിന് ന്യായമായി പറഞ്ഞു. പിന്നെ റസൂൽ അതിന് വിശദീകരണം നൽകിയ കൂട്ടത്തിൽ പറഞ്ഞത്, ഇവന്റെ പിന്നാലെ വേറെ ചില ആളുകൾ വരാനുണ്ട്, അവരുടെ സ്വഭാവവും അടയാളവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകന്റെ പ്രവചനത്തിലൂടെ രൂപപ്പെട്ടു വന്ന ആളുകളാണ് ഖവാരിജികൾ. ഈ ഖവാരിജികളാണ് ഇസ്ലാമിക സമൂഹത്തിലെ ഒന്നാമത്തെ വിഘടിത പ്രസ്ഥാനം. ഈ ഖവാരിജികൾ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ അവർ സ്വഹീഹായ ഹദീസ് സ്വീകരിക്കില്ല എന്നാണ്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി, അവർ സ്വീകരിക്കുന്ന ഹദീസ് ഏതാ? ഉറക്കപ്പറ. ദഈഫായ ഹദീസ് എന്നല്ലേ, അങ്ങനെയല്ലേ മനസ്സിലാക്കുള്ളൂ. പക്ഷെ അവർ സ്വഹീഹല്ല സ്വീകരിക്കുക, അസഹായ ഹദീസെ സ്വീകരിക്കുള്ളൂ. സ്വഹീഹിന്റെയും മുകളിലുള്ള ഹദീസ് ആര് സ്വീകരിക്കുള്ളൂ? അത്ര സൂക്ഷ്മമായി നോക്കുന്ന ആളുകളായിരുന്നു ആര്? ഖവാരിജികൾ. ഒരു ഖവാരിജിനെ കണ്ടാൽ അയാളുടെ നെറ്റിയിൽ നെയ്യപ്പം ചുട്ടുവെച്ചതുപോലെ ഉണ്ടാവും. എന്ത്? നിസ്കാരത്തഴമ്പ്, സുജൂദിൽ തന്നെയാണ്. മാത്രമല്ല അവരുടെ വസ്ത്രം കണ്ടാൽ അവർ സ്വഹാബികളെ കുറിച്ച് പരാതി പറഞ്ഞിരുന്നത്, ഇവർ മുന്തിയ വസ്ത്രം ധരിക്കുന്നു, ഞങ്ങൾ കണ്ടം വെച്ച കൂട്ടിട്ട് നടക്കുന്ന ഫഖീറന്മാരാണ്. ഇതാ കണ്ടില്ല, ദുനിയാവിന്റെ ആൾക്കാരാണ്. ആര്? സ്വഹാബികൾ. ഞങ്ങൾ കണ്ടില്ലയോ, ഞങ്ങൾ ഫഖീറന്മാരാണ്. ഇങ്ങനെ സുഹുദിന്റെയും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെയും അങ്ങേറ്റത്തെ ഭക്തിയുടെയും ഒക്കെ ആളുകളായി കടന്നു വന്ന ഖവാരിജുകൾ ഈമാൻ എന്ന് പറഞ്ഞാൽ, അവർ പറഞ്ഞു ഈമാൻ എന്ന് പറഞ്ഞാൽ അതല്ലാത്തതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരാള് കളവ് പറഞ്ഞാൽ തന്നെ അയാൾ ആരാവും? കാഫറാവും. ഒരാൾ മദ്യപിച്ചാൽ അയാൾ ആരാവും? കാഫറാവും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവും. മനസ്സിലായില്ലേ? അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളിൽ എന്തെങ്കിലും ഒരു അബദ്ധം വന്നാൽ അയാള് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ആളാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബിനെ ചൂണ്ടി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, ഇദ്ദേഹം ആരാണ്? ദീനിൽ നിന്ന് പുറത്തുപോയ ആളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടി അവർ പറഞ്ഞു, ഇവർ ദീനിൽ നിന്ന് പുറത്തുപോയ ആളാണ്. അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ദീനിൽ നിന്ന് പുറത്തു പോകലല്ലാത്ത വേറൊരു പരിപാടിയും ഇല്ല. മാത്രമല്ല അത്തരം ആളുകളോട് അല്ലെങ്കിൽ ഇതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നവരോട് കൊല്ലണം എന്ന നിലപാട് സ്വീകരിച്ചിട്ട് അവർ രംഗത്ത് വരികയും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഖവാരിജികൾ എന്ന് പറയുന്ന ഏറ്റവും വലിയ തീവ്രവാദി സംഘങ്ങൾ ലോകത്ത് രൂപപ്പെട്ടെ. ഇത് കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് വന്ന ഒരു സംഘം ആളുകളുണ്ട്, അവർക്ക് പറയുന്ന പേരാണ് മുർജിഉകൾ. എന്ത് എന്ത് എന്താ പറയാൻ പേടി? മുർജി എന്താണ്? ഇർജാ എന്താണ്? അവസാനം എന്താണ്? അവസാനം അയിനല്ല, മുർജി. റജായിൽ നിന്നുള്ള മുർജി എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ച് പറയും. മുർജി, ഇർജായിൽ നിന്നുള്ള മുർജി. മുർജി എന്ന് പറഞ്ഞാൽ ഡിലേ എന്നാണ് അർത്ഥം. ആള് പയ്യപ്പോകുന്ന ആളാ, വണ്ടി ഭയങ്കര സ്ലോയാ. മുർജി. ലോകത്ത് പണ്ഡിതന്മാർ പറയുന്നത് ഏറ്റവും അധികം ആളുകൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകളും മുർജിഉകളുടെ നിലപാട് സ്വീകരിച്ചവരാണെന്ന്. മനസ്സിലായില്ലേ? മനസ്സിലായോ? വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ ഈ അന്തരീക്ഷത്തെ നോക്കിയിട്ട് സമൂഹത്തെ നോക്കിയിട്ട് പറഞ്ഞാൽ, മുസ്ലിമായി ജീവിക്കാൻ, മുസ്ലിമാണെന്ന് പറയുകയും യുക്തിവാദിയായി ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ
ഇപ്പോൾ കൂടുതൽ. ഇവൻ പറയണാരാണെന്നാ പറയുന്നാരാ? മുസ്ലിം. ഇവൻ ചിന്തിക്കണ എങ്ങനെയാ? യുക്തിവാദിയായിട്ട് ചിന്തിക്കുക. ചിന്തയിൽ ഇവൻ യുക്തിവാദിയാണ്, പേരിൽ അവനാരാ? മുസ്ലിമാണ്. ഇതുപോലെ ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ വിലയിരുത്തി കഴിഞ്ഞാൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അവരെ മൊത്തത്തിൽ നോക്കും. അവരിൽ ഭൂരിഭാഗം ഏത് ചിന്തയുള്ളവരാണ്? ഖവാരിജികളുടെ ചിന്തയുള്ളവരാണോ? എന്ത് തെറ്റ് ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാരാണോ? അല്ല. പിന്നെന്താ? ഈ മുർജിഅകളുടെ നിലപാട് അൽ ഈമാനു തസ്ദീഖും ബിൽ ഖൽബി ഫഖത്ത്. എന്താണ്? മനസ്സിലായോ? ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം, ഹൃദയം കൊണ്ടുള്ള അംഗീകാരമാണ്. മനസ്സിലായോ? ഇന്ന് ലോകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരുവിധം സംഘടനകളൊക്കെ സ്വീകരിച്ച നിലപാടേതാ? മനസ്സിലാണ് ഈമാനും വിശ്വാസമൊക്കെ. എവിടെ? ഹൃദയത്തിലാണ്. അവിടെ ജാറത്തിൽ പോയാൽ ഇസ്ലാമിന്ന് പുറത്താണോ? അല്ലെ ഈമാൻ ഇല്ലാതാവോ? ജാറത്തിൽ പോയാൽ അള്ളയില്ലാത്തവരോട് തേടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായം തേടുന്നു, അവരോട് സഹായം തേടുന്നു, അതുകൊണ്ടൊന്നും അത് ശിർക്കാവൂല. പിന്നെന്ത് ശിർക്കാണ്? മനസ്സിൽ എന്തെടുക്കണം? ഹൃദയത്തിൽ എന്തെടുക്കണം? വിശ്വാസം. അപ്പൊ ഹൃദയത്തിൽ നോക്കിയിട്ട് ഈമാനും ഇസ്ലാമും തിരിക്കാൻ പറ്റുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ച തസ്ദീഖും ബിൽ ഖൽബി ഫഖത്ത് എന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് ആര്? 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 മുർജിഉകൾ. ഇനി നിങ്ങൾ ഇമാം ബുഖാരിയുടെ കിതാബുൽ ഈമാനിലേക്ക് പോകും. ഇമാം ബുഖാരിയുടെ കിതാബുൽ ഈമാനിൽ എന്താ പറഞ്ഞത്? ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖും ബിൽ ഖൽബ് മാത്രമല്ല, പിന്നെന്താണ്? നുത്ഖും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയണം. പിന്നെ പിന്നെ വഅമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കണം. അപ്പോഴാണ് അതിനെന്ത് പറയാ? ഈമാൻ എന്ന് പറയുന്നത് എന്ന് ഇമാം ബുഖാരി തന്റെ അധ്യായത്തിന് പേരിടാൻ കാരണം എന്താണ്? ഇപ്പൊ മനസ്സിലായോ? കാരണം മനസ്സിലായോ? അത് മറുപടിയാണ്. ആർക്ക്? ആർക്ക്? പിന്നെ ഈ പറയുന്ന മുർജിയാക്കൾക്കുള്ള മറുപടിയാണ്, ഖവാരിജികൾക്കുള്ള മറുപടിയാണ്. കൂട്ടത്തിൽ പറഞ്ഞു വയസീദു വയൻഖുസു, ഈമാൻ കയറുകയും ചെയ്യും. ഈമാൻ ഇറങ്ങുമ്പോൾ ഇപ്പൊ തന്നെ ഇസ്ലാമിൽ നടത്തുമ്പോൾ ആരും പുറത്തറിയണ്ട. യസീദു വയൻഖുസു, അത് ഏറുകയും കുറയുകയും ചെയ്യുന്ന ഒന്നാണ്, കേറ്ററക്കമുള്ള ഒന്നാണ്. ഇങ്ങനെ ഒരു പേര് കൊടുത്തത് ഇമാം ബുഖാരി തന്റെ അദ്ദേഹത്തിന് പേര് കൊടുത്തത് എന്തെന്ന് ചോദിച്ചാൽ ഖണ്ഡനമാണ്, മറുപടിയാണ്. അഹ്ലുസുന്നയുടെ നിലപാടെന്ത് എന്ന് അരക്കെട്ടുറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു സംഗതിയല്ല. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ പേരല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുൻകാലഘട്ടം അഥവാ ഏതാണ്ട് ഹിജറ 60 മുതൽ ഇങ്ങോട്ടുള്ള പ്രഗത്ഭരായ ആളുകളുടെ നാവിൽ നിന്ന് ലോകം കേട്ട വാക്കാണെന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതിനു മുമ്പ് സ്വഹാബികളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും ആ വാക്ക് ഉപയോഗിച്ചതായി പരാമർശമുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യൗമ തബിയല്ലു വുജൂഹ് എന്ന് പറയുന്ന ആയത്തിന്റെ തഫ്സീറിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞ ഒരു തഫ്സീറുണ്ട്. പക്ഷേ അതിന്റെ സനദിന് എന്തുണ്ട്? പോരായ്മയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മൗഖൂഫായി ആ വാക്ക് ഉപയോഗിച്ചതായി വന്ന ആ റിപ്പോർട്ടിൽ ചെറിയ ദുഅഫുണ്ട്. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ വാക്ക് ഉച്ചരിച്ചതായി പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. അത് മർഫൂ ആണ്, പക്ഷേ ആ റിപ്പോർട്ട് മൗലൂ ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ അത് ഉദ്ധരിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ വാക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന വാക്ക് ഉദ്ധരിച്ചത് നമുക്കറിയാം. അത് അയ്യൂബ് ഇബ്നു അബി തമീമ അസ്സഖ്തിയാനി ഹിജറ 63 ജനിക്കുകയും ഹിജറ 131 മരിക്കുകയും ചെയ്ത മഹാനായ പണ്ഡിതനാണ്, വ്യക്തിത്വമാണ്. അദ്ദേഹം പറഞ്ഞു ഇന്നി ഉഖ്ബറു ബിമൗത്തി റജുലി മിൻ അഹ്ലി സുന്ന വകഅന്നി അഫ്ഖിദു ബഅദ അഅളാഇ. അദ്ദേഹം ഹിജറ 63 ജനിച്ച അയ്യൂബ് ഇബ്നു അബി തമീമ അദ്ദേഹം പറയാണ് ഇന്നി ഉഖ്ബറു ബിമൗത്തി റജുലി മിൻ അഹ്ലി സുന്ന, അഹ്ലു സുന്നയിലെ ഒരാൾ മരിച്ചു എന്ന വാർത്ത എനിക്കെത്തിക്കപ്പെട്ടാൽ, ഞാൻ കേൾക്കേണ്ടി വന്നാൽ കഅന്നി അഫ്ഖിദു ബഅദ അഅളാഇ, എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു അവയവം മുറിഞ്ഞു പോകുന്ന വേദന എനിക്കുണ്ടാകും. വാചകം മനസ്സിലായോ?
വാചകം മനസ്സിലായോ? ഹിജ്റ 68 ജനിച്ച ഒരാൾ, അയാൾ അഹ്ലുസുന്നക്ക് നൽകിയ പ്രാധാന്യം ആ വാക്കിലുണ്ട്. അഹ്ലുസുന്നയിൽപ്പെട്ട ഒരാൾ മരിച്ചു എന്ന് ഞാൻ കേട്ടാൽ എൻ്റെ ശരീരത്തിൽ നിന്നൊരു അവയവം മുറിഞ്ഞു വീഴുന്ന വേദന അല്ലെങ്കിൽ ആ ഒരു പ്രയാസം എനിക്ക് അനുഭവപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം തന്നെ വീണ്ടും പറഞ്ഞൊരു വാചകത്തിൽ, ഇന്ന മിൻ സആദ, സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അറബിയാകട്ടെ, പുതുമുസ്ലിമാകട്ടെ, അനറബിയാകട്ടെ, ആരാണെങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് അയ്യുവഫിഖ അല്ലാഹു ലിആലിമിൻ മിൻ അഹ്ലി സുന്ന, അവൻ്റെ നിലപാടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ഒരു പണ്ഡിതന്റെ നിലപാടും യോജിക്കുന്നുവെങ്കിൽ അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം, സആദത്തിൽപ്പെട്ടതാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ച വാചകം നമുക്ക് കാണാൻ കഴിയും. അവിടെയും പ്രയോഗിച്ചു മിൻ അഹ്ലി സുന്ന. വീണ്ടും അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇന്നല്ലദീന യതമന്നൗന മൗത അഹ്ലി സുന്ന. ചില ആളുകൾ അഹ്ലുസുന്നയുടെ ആളുകൾ മരിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ തൗഹീദ്, ദീന്, പ്രബോധനം ആ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമ്പോൾ എതിരാളികൾ ഇവൻ മരിച്ചിരുന്നെങ്കിൽ, ഇവൻ ചത്തിരുന്നെങ്കിൽ എന്ന് കൊതിക്കും. അത് ഷാഫി ഇമാമിന്റെ കാര്യത്തിലും കൊതിച്ചിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ കാര്യത്തിൽ ഈ എതിരാളികൾ പറഞ്ഞിട്ടുണ്ട് ഇയാളൊന്ന് ചത്തിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ഷാഫി ഇമാം, കവിതയിലൂടെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിച്ചിട്ട് എന്താ കാര്യം, ഇത് നശിക്കുവോ? ഞാൻ മരിച്ചാൽ ഇതില്ലാതാവോ? ഇതുപോലെ ഈ അഹ്ലുസുന്നയുടെ എതിരാളികൾ കടന്നു വന്നപ്പോൾ അവരോട് പോരടിക്കുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, അവർക്കെതിരെ എതിരാളികൾ, ഇന്നല്ലദീന യതമന്നൗന മൗത അഹ്ലി സുന്ന, അഹ്ലുസുന്നയുടെ മരണം കൊതിക്കുന്നവർ, യുരീദൂന അയ്യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അല്ലാഹു ഈ ദിവ്യപ്രകാശത്തെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും, അവിശ്വാസികൾ എത്ര വെറുത്താലും ശരി എന്ന് നേരത്തെ പറഞ്ഞ ഹിജ്റ 68 ജീവിച്ച ആ പണ്ഡിതൻ രേഖപ്പെടുത്തി വെക്കുന്നിടത്ത് പ്രയോഗിച്ചത് കാണാൻ കഴിയും. അഹ്ലു സുന്ന. മഹാനായ സുഫിയാൻ സൂരി, നമുക്കറിയാം സുഫിയാൻ ഇബ്നു സഈദ് സൂരി റഹിമഹുല്ലാ ഹിജ്റ 161 ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്തൗസൂ ബി അഹ്ലി സുന്നത്തി ഖൈറാ ഫഇന്നഹും ഗുറബാ. നബി പറഞ്ഞല്ലോ, ഒരു സംഘം ആളുകൾ ഉറബാഉകൾ, അപരിചിതരായ ആളുകൾ എന്ന് റസൂല് പറഞ്ഞു. ആ റസൂല് പറഞ്ഞ ഉറബാഉകൾ വേറെ ആരുമല്ല, ഇസ്തൗസൂ ബി അഹ്ലി സുന്നത്തി ഖൈറാ ഹും ഫഇന്നഹും ഉറബാ. നബി പറഞ്ഞ ഉറബാഉകൾ അപരിചിതർ, അഥവാ ഇസ്ലാം അപരിചിതമാകുന്ന കാലത്ത് യഥാർത്ഥ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ ആശയങ്ങളുമായി കടന്നു വന്ന് ജനങ്ങൾക്ക് മുന്നിൽ പുത്തൻവാദികളായി മുദ്രകുത്തപ്പെട്ട് അപരിചിതരായി നിലകൊള്ളുന്ന ആളുകൾ, അവരാണ് അഹ്ലുസുന്ന ഉറബാഉകൾ. അതുകൊണ്ട് അവരെ പിൻപറ്റുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരെത്ര ആളെണ്ണം കുറഞ്ഞാലും ശരി എന്ന്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ല പറഞ്ഞ വാചകം നമുക്ക് കാണാൻ സാധിക്കും. എന്താ അദ്ദേഹം പറയുന്നത്? ഇന്ന അഹ്ലൽ ഇർജാ. ഏതാണ് നേരത്തെ പറഞ്ഞ, എന്തായിരുന്നു പേര്, മറന്നു പോരുത്. അള്ളാഹ് നമുക്ക് ഈ മനുഷ്യന് തന്ന നിഅമത്ത് എന്ന് അറിയോ? ആദം നബി അള്ളാഹു എവിടെ ആദ്യം കൊണ്ടുവരുത്തി? സ്വർഗത്തിലാണ്. അവിടെ സ്കൂളുണ്ടായിരുന്നു അല്ലേ? ആ സ്കൂളിൽ എന്താ പഠിപ്പിച്ചേ? നബിന്റെ കിതാബ. ആദം നബിക്ക് എന്താ പഠിപ്പിച്ചു കൊടുത്തത്? അല്ലമ ആദമൽ അസ്മാ. അതാണ് ടീച്ചിങ്, അതിൻ്റെ പ്രൈമറി തലം. ഒരു കുട്ടിയുടെ ചെന്നിട്ട് നേരെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ABCDEFG നല്ല പഠിപ്പിക്കണം. എന്താ പറയണത്? എന്താ പഠിപ്പിക്കണേ? A for ആപ്പിൾ, B for ബോൾ. ബോൾ എന്ന് പഠിച്ചാലേ ബി എന്ന അക്ഷരം എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യുള്ളൂ. ആപ്പിൾ എന്ന് പഠിച്ചാലേ എ എന്ന അക്ഷരം എടുക്കുള്ളൂ, ക്യാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു നാമമാണ് ആദ്യം എന്തെടുക്കേണ്ടത്, പേരാണ് ആദ്യം പഠിക്കേണ്ടത്. ആര്? വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ ഘടകം അത്. ഇതുപോലെ തന്നെ നമ്മുടെയും കാര്യം. നമുക്കൊരു കാര്യം വലിയ ആശയത്തെ ഗ്രഹിക്കാൻ അല്ലെങ്കിൽ ചുരുക്കി വെക്കാൻ ഒരു പേര് മതി. സൂര്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞേ കേൾക്കട്ടെ. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചം നൽകണ. വെളിച്ചം ചന്ദ്രൻ നൽകണില്ലേ? വെളിച്ചം ചന്ദ്രൻ നൽകണില്ലേ? ഈ സൂര്യൻ എന്ന് പറഞ്ഞ സാധനം എന്താ? അത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ തീരൂല. അത് നിങ്ങൾ ഒരു ഉത്തരം പറഞ്ഞ പോലെ എല്ലാവരും ശാസ്ത്രജ്ഞന് ഉത്തരം പറഞ്ഞാൽ അല്ലേ? അതിൻ്റെ ഓരോ ആഴത്തിലേക്ക് പോകും തോറും ആ വിജ്ഞാനം, സൂര്യനെ പറ്റിയുള്ള വിശദീകരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഒറ്റ വാക്കിൽ നമുക്ക് ഒതുക്കാം. എന്ത് സൂര്യൻ. സൂര്യൻ എന്ന് പറയുമ്പോൾ കാര്യം കഴിഞ്ഞ്. അപ്പോൾ ഒരു പേരിൽ എല്ലാം കൂടെ ഒതുക്കി വെക്കാൻ നമുക്ക് കഴിയും. അപ്പം
പേര് മറന്നു പോരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്? മുർജി. അതാണ് പറഞ്ഞത് ഇന്ന അഹ്ലൽ ഇർജാഇ, ഇർജാഇന്റെ ആളുകൾ അഥവാ മുർജികൾ യഖൂലൂന ഇന്നൽ ഈമാന ഖൗലുൻ ബിലാ അമൽ. അവർ പറഞ്ഞു ഈ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗല് മാത്രമേ ഉള്ളൂ, അമലില്ല. ഇത് വളരെ നോർമൽ, ഇത് നമ്മളിപ്പോൾ നോർമലായ മുർജികളാണിത്. ഡൈലൂട്ട് ചെയ്ത് വെള്ളം ചേർക്കപ്പെട്ട. ഇപ്പം നമ്മൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എത്ര വിഭാഗം ഉണ്ടാവും? പഴയ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാവും, നിലവിലുള്ള ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഇത് തമ്മിൽ അജഗജാന്തരമുണ്ട്, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഏത്? പഴയ ജമാഅത്ത് ഇസ്ലാമിയും പുതിയ ജമാഅത്ത് ഇസ്ലാമി. അന്നുള്ള ജമാഅത്തുകാരല്ല ഇന്നുള്ള ജമാഅത്ത്. ഇന്ന് ഡൈലൂട്ട് ചെയ്യപ്പെട്ട, മാക്സിമം വെള്ളം ചേർക്കപ്പെട്ട ജമാഅത്തുകാരാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഈ ഡൈലൂട്ട് ചെയ്യപ്പെട്ട മുർജികൾ അവർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നൽ ഈമാന ഖൗലുൻ ബിലാ അമൽ, വാക്ക് മതി, തസ്ദീഖും ഖൗലും മാത്രം മതി. വയഖൂലുൽ ജഹ്മിയ്യ, ജഹ്മികൾ പറഞ്ഞു അൽ ഈമാനുൽ മഅരിഫത്തു ബിലാ ഖൗലിൻ വലാ അമൽ, അള്ളാനെ അറിഞ്ഞാൽ തന്നെ മതി. ഏത്? വിശ്വാസം ഉണ്ടായാൽ തന്നെ മതി, അറിയലുണ്ടായാൽ തന്നെ മതി, വാക്കും വേണ്ട പ്രവൃത്തിയും വേണ്ട. വയഖൂലു അഹ്ലുസുന്ന, അഹ്ലുസുന്ന പറഞ്ഞു അൽ ഈമാനു അൽ മഅരിഫത്തു വൽ ഖൗലു വൽ അമലു. അഹ്ലുസുന്നയുടെ നിലപാട് ഈമാൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അൽ മഅരിഫത്തു, വിശ്വാസം, അറിയൽ, മനസ്സിൽ ഉൾക്കൊള്ളൽ, പിന്നെ വൽ ഖൗലു, വാക്ക്, പിന്നെ വൽ അമലു. ഈ ഉദ്ധരണി ഇപ്പൊ ഞാൻ വായിച്ചെന്തിനാ? നിങ്ങളിവിടെ ഉണ്ടോന്നറിയണ്ടേ? നിങ്ങളിവിടെ ഉണ്ടോന്നറിയില്ല. ഞാൻ എന്തിനാ ഇപ്പൊ ഈ വാചകം വായിച്ച്? അല്ല, അവിടെ തെറ്റി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ? നമ്മുടെ വിഷയം വേറെയാണ്. ഇപ്പൊ എന്താ? അഹ്ലുസുന്ന എന്ന വാക്ക് പൂർവസൂരികളായ 63 മുതൽ അവിടെ നിങ്ങോട്ട് 197 മുതൽ ഇങ്ങോട്ട് സമൂഹത്തിന്റെ ഇടയിൽ ആളുകൾ കൃത്യമായി ഉപയോഗിച്ച് വരികയാണ്. അവിടെ നിങ്ങോട്ട് ഇമാം ത്വബരി മുതൽ അവിടെ നിങ്ങോട്ടുള്ള ആളുകളൊക്കെ അഹ്ലുസുന്ന എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് വേർതിരിച്ചു, മറ്റുള്ള കക്ഷികളിൽ നിന്നൊക്കെ വേർതിരിച്ചു. അപ്പോൾ അഹ്ലുസുന്നയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അഹ്ലുസുന്നയാണ് ഇവിടെ എല്ലാ ദൗത്യവും നിർവഹിച്ചത്. അഹ്ലുസുന്നയാണ് ഇവിടെ ഖുർആന്റെ ക്രോഡീകരണം നടത്തിയത്. അഹ്ലുസുന്നയാണ് ഖുർആന്റെ നേർക്കുനേരെയുള്ള തഫ്സീർ പറഞ്ഞത്. അഹ്ലുസുന്നയാണ് വിശുദ്ധ ഹദീസുകളെ ക്രോഡീകരിച്ച് വേർതിരിച്ച് അതിന് അധ്യായം നൽകി അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ക്രമീകരിച്ച് സമൂഹത്തിന് കൊടുത്തത്. നാളിതുവരെ വിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ വഴിത്താരയെ കൃത്യമായി മറ്റുള്ള ചേറുകളിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പതിരുകളിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് അതിന്റെ കണ്ടന്റ് ഈ സമൂഹത്തിൽ നിലനിർത്തിയ ആളുകളുടെ പേരാണെന്ത്? ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലായോ? ഈ പറഞ്ഞ് മനസ്സിലായോ? ഇത് പറഞ്ഞ് മനസ്സിലായോ? ഈ പറഞ്ഞ് ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഫിറഖ് എന്താണ്? ഇതിപ്പോ ക്ലിപ്പിടാൻ വേണ്ടിയിട്ട് സ്ക്രീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ്. നിങ്ങൾ ആലോചിച്ച് ഇതിനേക്കാളത്തിലൊക്കെ പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഈ അഹ്ലുസുന്നയും ഫിറഖൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെ 1 മണിക്കൂർ വേണമെങ്കിൽ ക്ലിപ്പിട്ട് വിശദീകരിക്കുക? കാരണം ഞാൻ ഒരു കാര്യം മാത്രം, ഇതിൻ്റെ ആഴം, അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ ഒരു കാര്യം മാത്രം ഞാൻ വായിച്ചു തരാം. എന്താണെന്ന് ചോദിച്ചാൽ ഇതെൻ്റെ കയ്യിലുള്ളത് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അദ്ദേഹത്തിൻ്റെ അൽ ഖുഞ്ഞ എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി ചില സംഗതികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒരു ഭാഗം അദ്ദേഹം പറയുന്നിടത്ത് കാണാം, ഫഅസ്ലു സലാത്തിൻ വസബഈന ഫിർഖ അശറത്തുൻ. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് എത്ര വിഭാഗമാകും? എത്ര വിഭാഗമാകും? എത്ര വിഭാഗമാണ്? അത് ഞാൻ പറയണോ? 73 വിഭാഗമാകും എന്ന് നബി പറഞ്ഞു. ഈ 73 വിഭാഗമാകും എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് ഇപ്പൊ എത്ര വിഭാഗമുണ്ട്? 73. ഇപ്പൊ ഇവിടുന്ന് എണ്ണിയാൽ എത്ര? 730 ഉണ്ടാവും അല്ലേ? ഈ 73 വിഭാഗമാകും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എണ്ണിട്ട് തീരണില്ല. ആഴ്ചക്കാഴ്ചക്ക് പുതിയ ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടായിരിക്കണം, ഓരോ കഷ്ടങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 73 എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി നിന്ന് പഠിപ്പിച്ചിരുന്നു. ഫഅസ്ലു സലാത്തിൻ വസബഈൻ ഫിർഖ. ഈ 73 വിഭാഗം അത് മൊത്തത്തിൽ അതിനെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അസ്ല് അശറ എത്രയാണ്? 20 ആ 10. അത് വിശദീകരിച്ച് അദ്ദേഹം പറയാണ്, അഹ്ലുസുന്ന ഒന്നെന്താണ്?
1 ഏതായിരുന്നാലും 73-ൽ 1 എന്താണ്? അഹ്ലുസുന്നയാണ്. 2 എന്ന് പറഞ്ഞാൽ വൽ ഖവാരിജു, ആരാണ്? 3 വശിയഅതു, 4 വൽ മുഅ്തസിലതു, 5 വൽ മുർജിഅതു, നേരത്തെ പറഞ്ഞ മുർജിഅത്ത്. 6 വൽ മുശബ്ബിഹതു, ആരാണ്? മുശബ്ബിഹകളാണ്. 7 വൽ ജഹ്മിയതു, 8 വൽ റാരിയതു, 9 വൻ നജ്ജാരിയതു, 10 വൽ കുല്ലാബിയതു. നിങ്ങൾക്ക് ഒരു ഡോക്ടറേറ്റ് എടുക്കണമെന്നൊക്കെ ആഗ്രഹമാണെങ്കിൽ ഇതിൽ ഒരാളെ എടുത്താൽ മതി. കുല്ലാബി ആരാണെന്ന് ഞാൻ പഠിച്ചു വരാം, ഡോക്ടറേറ്റ് തരണം. അതുപോലെ തന്നെ നജ്ജാരി ആരാന്ന് ഞാൻ പഠിച്ചു തരാം, പക്ഷേ എന്ത് വേണം? ഡോക്ടറേറ്റ് തരണം. അപ്പൊ ഈ അസ്ല് 73-ന്റെ അസ്ല് എവിടെ ഉണ്ടാവും? 73-ന്റെ അസ്ല് ഈ 10-ലുണ്ടാവും. അപ്പോൾ ഈ 10 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ 10-ൽ നിന്ന് എത്ര വിഭാഗം ഉണ്ട്? ഈ 10-ൽ നിന്ന് എത്ര വിഭാഗം ഉണ്ട്? 73. അത് അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു തരികയാണ്. ഏതൊക്കെയാന്ന് കേട്ടോ. അഹ്ലുസുന്നത്തി ത്വായിഫത്തുൻ വാഹിദ. അഹ്ലുസുന്ന എത്ര ഗ്രൂപ്പുണ്ട്? അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ത്വായിഫത്തുൻ വാഹിദ, ഒറ്റ കക്ഷി. വൽ ഖവാരിജു 15 ഫിർഖ. ഖവാരിജികൾ എത്ര ഉണ്ട്? ഖവാരിജികൾ എത്ര ഉണ്ട്? 15, 15. എണ്ണിക്കോന്ന് വേണമെങ്കിൽ എഴുതിക്കോ, കൂട്ടിക്കളി. 15. വൽ മുഅ്തസിലതു 6 ഫിറഖ. മുഅ്തസില എത്ര ഉണ്ട്? 6. എത്ര? 6. വൽ മുർജിഅതു 12 ഫിറഖ. മുർജിഅ എത്ര ഉണ്ട്? 12. വശിയഅതു 32 ഫിറഖ. എത്ര ഉണ്ട്? ശിയാക്കള് 32 കക്ഷികളുണ്ട്. അവരാരാന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്, വിശദീകരിക്കേണ്ട, അതൊന്നും പറയാൻ നേരമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വൽ ജഹ്മിയത്തു വൻ നജ്ജാരിയത്തു വൽ ലറാരിയത്തു വൽ കുല്ലാബിയത്തു. ഇപ്പം എത്ര ഉണ്ട്? 4. ഇതിന് വേറെ ഗ്രൂപ്പിൽ കുല്ലു വാഹിദ് ഫിർഖ. എത്രയേ ഉള്ളൂ? അവരൊറ്റ ഓരോന്നോരോന്നേ ഉള്ളൂ. വൽ മുശബ്ബിഹത്തു 3 ഫിറഖ. മുശബ്ബിഹകൾ എത്ര വിഭാഗമുണ്ട്? 3. ഇപ്പം എത്രയായി? 73 അല്ലേ? ബാക്കി പിന്നെ ലോകത്ത് വന്നതൊക്കെ ഈ പൊട്ടിത്തെറിച്ചതിൻ്റെ ഇപ്പം സംഗതി മനസ്സിലായോ? ബാക്കി പിന്നെ വന്നതൊക്കെ ഇതിൽ നിന്നുള്ള കഷ്ണങ്ങളെ ലോകത്ത് പിന്നെ എടുത്തിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അപ്പോൾ റസൂലുള്ള 73 വിഭാഗം എന്ന് പറഞ്ഞത് ലോകത്ത് അസ്ലിയായി 10 വിഭാഗങ്ങളിൽ സംഭവിച്ചു. 10 വിഭാഗം മനസ്സിലായല്ലോ? ഏതോ ഖവാരിജ് മുതൽ കുല്ലാബിയ എന്ന് പറയുന്നത് വരെയുള്ള 10 വിഭാഗങ്ങൾ. ആ വിഭാഗങ്ങളിൽ നിന്ന് പിന്നെ അത് 32 തെറിച്ചതുണ്ട്, 12 തെറിച്ചതുണ്ട്, 3 തെറിച്ചതുണ്ട്. ഇതിൽ നിന്നാണ് പിന്നെ ലോകത്ത് വന്ന സർവ കക്ഷികളും. മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രൂപത്തിൽ ലോകത്ത് കക്ഷികൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, ഇസ്ലാമിക ലോകത്ത് വിപ്ലവകരമായ എല്ലാ നന്മകളും സാധിച്ചത്. ചില ആളുകൾ എന്തെങ്കിലും ഗ്രൂപ്പൊക്കെ ആയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് പോകാം. ഒരു മുൻഗാമിയിൽ ഒരാൾ പോലും അത് ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, എല്ലാം ഗ്രൂപ്പ്, വഴക്ക്, ബഹളം, വക്കാണം, എങ്ങനെങ്കിലും തട്ടിക്കൂട്ടി ഇങ്ങനെ റെഡിയാക്കി വരുമ്പോൾ ഇടും ദാ പൊട്ടി. പിന്നെ അതെങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ച് തട്ടിക്കൂട്ടി വരുമ്പോൾ ദാടും അടുത്തത് പൊട്ടി. ഈ പറയുന്ന ഈ ആളുകളൊക്കെ ഈ ഗ്രൂപ്പും വഴക്കും അതുപോലെ തന്നെ ഈ ആകെ പ്രശ്നവുമാണ് എന്ന് മുൻകഴിഞ്ഞു പോയ ഒരാൾ പോലും, ഒരു സഹാബി അടക്കമുള്ള അവിടെ നിന്നിങ്ങോട്ടുള്ള ഒരൊറ്റ ആളും ചിന്തിച്ചിട്ടില്ല. ഇത് വലിയൊരു പാഠമാണ് നമുക്ക്. നേരെ മറിച്ച് അവരെന്താ ചെയ്തറിയോ? ഇത്തരം കക്ഷികൾ രൂപപ്പെടുമ്പോൾ ഇവർ സജീവമാവും. അവരുടെ ജീവിതം, അവരുടെ ഉറക്കം, അവരുടെ ഉണർവ്, അവരുടെ അധ്വാനം, അവരുടെ പണം, അവരുടെ സമ്പത്ത്, അവരുടെ ചിന്ത, അവരുടെ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ചെലവഴിച്ചിട്ട് ഇസ്ലാമിനെ അവർ സംരക്ഷിച്ചു നിർത്തും. ഇസ്ലാമിനെ അവർ സംരക്ഷിച്ചു നിർത്തുമായിരുന്നു. എന്ത് കൊടുത്തിട്ട്, എല്ലാം കൊടുത്തിട്ട് അവർ സംരക്ഷിച്ചു നിർത്തുമായിരുന്നു. ആ സംരക്ഷിച്ച് നിർത്തുന്നത് വളരെ കൃത്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, അവർ കണ്ട ന്യായം. എന്തിനവർ കണ്ട ന്യായം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മഹാനായ
നസ്ർ ഇബ്നു സക്കരിയ റഹിമഹുല്ലാ പറഞ്ഞൊരു വാചകം, സമിഅ്തു മുഹമ്മദ് ഇബ്നു യഹ്യ ദുഹ്ലി സമിഅ്തു യഹ്യ ഇബ്നു മഈൻ. യഹ്യ ഇബ്നു മഈൻ നമുക്കറിയാം, ഹദീസിന്റെ രംഗത്തൊക്കെ വളരെ പ്രഗൽഭനാണ് അദ്ദേഹം. ആ യഹ്യ ഇബ്നു മഈൻ പറഞ്ഞ ഒരു വാചകം, അദ്ദബ്ബു അനി സുന്ന അഫ്ളലു മിൻ ജിഹാദി ഫീ സബീലില്ലാഹ്. പടക്കളത്തിൽ പോയി യുദ്ധം ചെയ്യുന്നതിനേക്കാളും പ്രതിഫലമാണ് എന്തിന്? മനസ്സിലായോ? മനസ്സിലായില്ലല്ലേ? യുദ്ധം ഉണ്ടാകും, തല കൊടുക്കാൻ പോകണം എങ്ങോട്ട്? പടക്കടത്തിലേക്ക്. അതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്തിൻ്റെ? സുന്നത്തിന്റെ സംരക്ഷണം. ആരിൽ നിന്ന്? ആരിൽ നിന്ന്? സുന്നത്തിനെ പൊളിക്കാൻ അറസാരം വരുമോ? അടുത്ത വാചകം, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലയോട് ചോദിച്ചു. യഹ്യ ഇബ്നു മഈൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ നസ്ർ ഇബ്നു സക്കരിയ പറയുന്നത്, ഫഖുൽതു ലി യഹ്യ, ഞാൻ യഹ്യ ഇബ്നു മഈനോട് ചോദിച്ചു, അർറജുലു യുൻഫിഖു മാലഹു വയുത്ഇബു നഫ്സഹു വയുജാഹിദു ഫഹാദാ അഫ്ളലു മിൻഹു. ഒരാള് അള്ളാന്റെ മാർഗത്തിൽ ഉള്ള സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് നഫ്സും കൊടുത്ത് ജിഹാദ് ചെയ്ത് എങ്കിൽ അവനും ഈ പറയുന്ന ഈ സംരക്ഷകനും, ആ സംരക്ഷകൻ ഇവനെക്കാളും ശ്രേഷ്ഠമാവുകോ? യഹ്യ ഇബ്നു മഈൻ പറഞ്ഞു, നഅം നഅം. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, അർറജുലു യസൂമു വയുസല്ലി വയഅതകിഫു. ഒരാള് ഭയങ്കര നിസ്കാരമാണ് അവ്വല് വഖത്തില്, ബാങ്ക് കൊടുക്കുന്ന മുമ്പ് തന്നെ പള്ളിയിൽ, യസൂമു എല്ലാ നോമ്പും, സുന്നത്ത് നോമ്പ്, ഫർദിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, വയഅതകിഫു പള്ളി തന്നെ ഇഅ്തികാഫിലാണ്. അഹബ്ബു ഇലൈക ഔ യതകല്ലമു മിൻ അഹ്ലിൽ ബിദ്അ. ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ ബിദ്അത്തിനെതിരെ സംസാരിക്കുകയാണ്, ആ ബിദ്അത്തിനെതിരെ ഒരാൾ സംസാരിക്കുന്നു, വേറൊരാളോ മൂപ്പർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇടപെടാത്ത വളരെ മാന്യനാണ്, ഡീസൻ്റാണ്, വൈറ്റ് കോളറാണ്, അയാൾ നിസ്കാരവും നോമ്പും ഇഅ്തികാഫൊക്കെ ഉണ്ട്, പക്ഷെ ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കൂല, ഇത്തരം ആളുകൾക്കെതിരെ ഒന്നും വർത്താനം പറയൂല. അപ്പൊ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് അഹ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചപ്പോ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ ഖാമ വസല്ല വഅതകഫ ഫഇന്നമാ ഹുവ ലിനഫ്സിഹി. ആ നിസ്കരിച്ചോണ്ടല്ലോ, നിസ്കരിച്ചതും നോമ്പ് നോറ്റതും ഇഅ്തികാഫിരുന്നതും അയാൾക്ക് വേണ്ടിയാണ്. വഇദാ തകല്ലമ മിൻ അഹ്ലിൽ ബിദ്അ ഫഇന്നമാ ഹുവ ലിൽമുസ്ലിമീന ഹാദാ അഫ്ളൽ. ഈ കക്ഷികൾക്കെതിരെ സംസാരിച്ചത് ആർക്ക് വേണ്ടിയാണ്? അവൻ ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്? ഇവ നിസ്കരിക്കാത്തവനാ? മറ്റോ നിസ്കരിച്ച അവന്റെ കാര്യം മാത്രം നോക്കി, മറ്റോനെന്താ ചെയ്തത്? ബിദ്അത്തുകൾക്കെതിരെ അവൻ സംസാരിച്ചു, അവൻ പ്രവർത്തിച്ചത് ഫഇന്നമാ ഹുവ ലിൽ മുസ്ലിമീൻ. ആർക്ക് വേണ്ടിയാണ്? അവന് വേണ്ടി മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. ഹാദാ അഫ്ളൽ. അതുകൊണ്ട് അതാണ് ശ്രേഷ്ഠം. അപ്പൊ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. പണ്ഡിതന്മാർ ഇത് വളരെ വ്യക്തമായി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞ വാചകം ഇതുമായി ബന്ധപ്പെട്ട് തന്നെ, അന്ന നഫ്അ ഹാദാ ആമ്മു ലിൽ മുസ്ലിമീന ഫീ ദീനിഹിം മിൻ ജിൻസിൽ ജിഹാദി ഫീ സബീലില്ലാഹ് ഇദ് തത്ഹീറു സബീലില്ലാഹി വദീനിഹി വമിൻഹാജിഹി വശിർഅതിഹി വദഫ്ഉ ബഅി ഹൗലാഇ വഉദ്വാനിഹിം അലാ ഹാദാ വാജിബുൻ അലാ കിഫായത്തി ബിത്തിഫാഖിൽ മുസ്ലിമീൻ വലൗലാ മൻ യുഖീമുഹു അല്ലാഹു ലിദഫ്ഇ ളറരി ഹൗലാ ലഫസദ الدين وكان فساده اعظم من فساد استيلاء العدو من اهل الحرب فانما هؤلاء اذا استولوا لم يفسدوا القلوب وما فيها من الدين الا تبعا واما اولئك فهم يفسدون القلوب ابتداء. അദ്ദേഹം പറയാണ്, നമുക്കറിയാം നമ്മൾ സംരക്ഷണം തീർത്ത് ജീവൻ കൊടുക്കാൻ പോയിട്ട് ശത്രുവിന്റെ മുന്നിൽ നിന്നു. നമ്മൾ ഒരുതരം സംരക്ഷണം തന്നെയാണ് അത് നടത്തുന്നത്, ശത്രുവിന്റെ മുന്നിൽ തല കൊടുത്തു. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് അവൻ വന്നിട്ട് ആരുടെ ഈമാൻ തകർക്കാൻ പോകുന്നില്ല, വിശ്വാസം തകർക്കാൻ പോകുന്നില്ല. നമ്മുടെ തല കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്കറിയാം മ്യാൻമറിൽ ഒരുപാട് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവർ മുസ്ലിമായി മരിക്കാൻ റെഡിയാണ്, മരിച്ചാൽ അള്ളാഹിന്റെ സ്വർഗ്ഗമുണ്ട്, മനസ്സിലാക്കണം. അതുപോലെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പൊതുശത്രു വന്നിട്ട് ആക്രമിച്ചിട്ട് അവരെ കൊന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിമായി തന്നെ ഉള്ളത്. അതുകൊണ്ട് ആ പ്രതിരോധം ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ അവനെ കൊല്ലാക്കൊല ചെയ്യാണ്. ആര്? ഈ മുസ്ലിമിനെ കൊല്ലാക്കൊല ചെയ്യണ ആര്? ഈ കക്ഷികൾ. അവരെന്താ ചെയ്യുന്നത്? അവന്റെ ഈമാൻ തകർത്ത്, അവന്റെ വിശ്വാസം തകർത്ത്, അത് ഫസാദാക്കി, അവനെ കാഫിറാക്കി എന്തെടുക്കാണ്?
നരകത്തിലേക്ക് എത്തിക്കുകയാണ്. അതിന് പ്രതിരോധം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ഉലമാക്കൾ, ഇമാം തുർമിദിയെ പോലെയുള്ള പണ്ഡിതന്മാർ, ഇബ്നു റജബുൽ ഹംബലിയെ പോലെയുള്ള പണ്ഡിതന്മാർ, അങ്ങനെ നിരവധി ഉലമാക്കൾ ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാമർശങ്ങൾ നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് വളരെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കണം. നമ്മൾ പ്രതിരോധം തീർക്കണമെങ്കിൽ ആദ്യം എന്താണ് ഈ കക്ഷികളെന്നും അവരുടെ വലാലത്തുകൾ എന്താണ് എന്നുള്ളതും വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മുൻഗാമികൾ അവർ ചെയ്ത സേവനങ്ങൾ, അവരുടേതായ അധ്വാനങ്ങൾ ഓരോന്നോരോന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും അത്ഭുതകരമായ, ഇസ്ലാമിക സമൂഹത്തിലെ അത്ഭുതകരമായൊരു സംഗതിയാണ് എന്താ പറയുക, റിജാലിൻ്റെ പഠനം. റിജാൽ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ചരിത്രമാണ്. മനസ്സിലായോ? റിജാലിൻ്റെ കിതാബുകൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ ലൈബ്രറി സെറ്റ് ചെയ്യുന്നുണ്ട്, അതിന് പണിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തരും വന്നിട്ട് നോക്കണം, റിജാലിൻ്റെ കിതാബ് ഒന്ന് തുറന്നു നോക്കണം, എൻ്റെ ഉള്ളെന്താണെന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നോക്കാത്തതുള്ളൂ. ജൂതന്മാരടക്കം ഇപ്പോൾ ഇസ്ലാമിക ലോകത്തേക്ക് കടന്നു വന്ന വളരെയധികം ബ്രില്യൻ്റായ ഈ അടുത്ത കാലഘട്ടത്തിൽ മുസ്ലിമായൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രൗഢമായൊരു ഗ്രന്ഥമുണ്ട് ഹദീസിനെ സംബന്ധിച്ച്. വളരെ പ്രൗഢമായൊരു ഹദീസിനെ സംബന്ധിച്ചൊരു ഗ്രന്ഥമുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെ മുസ്ലിമായെന്ന് ചോദിച്ചാൽ ഓറിയന്റലിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇയാൾക്ക് കൊടുത്ത വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഇയാൾക്ക് കൊടുത്ത വിഷയം ഈ ഹദീസിൻ്റെ സനദ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ റിജാൽ ഓരോ ആളുകളെയും ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചരിത്രം അതിൻ്റെ പോരായ്മകളെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു വിട്ടാണ്. ആര്? ഓറിയന്റലിസ്റ്റുകൾ. അങ്ങനെ ഇയാൾ വന്നു, അയാൾക്ക് സാമ്പത്തികമായ എല്ലാ സംവിധാനവും ഒരുക്കി ഇയാൾ പഠിക്കാൻ തുടങ്ങി. ഏതാ പഠിക്കേണ്ടത്? റിജാലിനെ പറ്റിയിട്ട്, ഓരോ ഹദീസിൻ്റെ സനദിലുള്ള ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് നിരൂപിക്കുന്നത് എന്ന് സംബന്ധിച്ച് പഠനമാണ്. ഇദ്ദേഹം പഠിച്ച് അവസാനം പ്രഖ്യാപിച്ചു എന്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. നിങ്ങളൊന്ന് പോയി ഒന്ന് നോക്കുക. അതാ പറഞ്ഞാൽ കിതാബൊന്ന് കണ്ണുകൊണ്ട് നോക്കിയിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഇതെങ്ങനെയാണ് ഈ ശാസ്ത്രത്തെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ജിഹാദ് കൊണ്ട്, അവരുടെ ഇസ്ലാഹ് കൊണ്ട് എങ്ങനെ അവർ രൂപപ്പെടുത്തി എന്നുള്ളത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. നബിയുടെ പേരിൽ പലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരുത്തരും തോന്നിയത് ഇങ്ങനെ പറയാൻ തുടങ്ങി. അത് വളരെ വ്യാപകമായ പ്രശ്നത്തിലേക്ക് പോയി. നബി പറഞ്ഞത് എന്ത്, അല്ലാത്തത് എന്തെന്ന് വേർതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി. വേണമെങ്കിൽ ആ പണ്ഡിതന്മാർക്ക് ചിന്തിക്കാം, ഉള്ളതുണ്ട് ഇല്ലാത്തതില്ല എന്നൊക്കെ അങ്ങനെ തട്ടിവിടാം. പക്ഷേ അവരങ്ങനെ വിട്ടുകളഞ്ഞില്ല. നേരെ മറിച്ച് അവർ സനദുകൾ ക്രോഡീകരിക്കണം എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവർ കൃത്യമായി പറഞ്ഞു, നമ്മൾ ജീവിച്ച ഒരു കാലമുണ്ട്, കഴിഞ്ഞുപോയൊരു കാലമുണ്ട്. മാ കുന്നാ നത്തഹിമു അന്ന അഹദൻ യക്ദിബു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതഅമ്മിദൻ. നബിയുടെ പേരിൽ മനഃപൂർവ്വം കളവ് പറയാത്ത ആളുകൾ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് പോയി. ഹത്താ ജാഅനാ ഖൗമുൻ മിൻ അഹ്ലിൽ മശ്രിഖ് ഫഹദ്ദതു അൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീന കാനൂ ഇൻദഹും ബി അഹാദീഥ ലാ നഅരിഫുഹാ ഫൽതഖൈതു അന വമാലിക് ഇബ്നു അനസ് ഫഖുൽതു യാ അബാ അബ്ദില്ലാ വല്ലാഹി ഇന്നഹു ലയൻബഗി ലനാ അൻ നഅരിഫ ഹദീഥ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മൻ ഹുവ വഅമ്മൻ അഖദ്നാ فقال صدقت يا أبا سلمة فكنت لا أقبل حديثا حتى يسند لي وتحفظ مالك بن أنس الحديث من أيام حديث فجئت عبد الله بن حسن في السويقة എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു അവസ്ഥ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായ ഘട്ടത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഹദീത്തുകൾക്ക് സനദുണ്ടാകണമെന്നും അതിന് റിജാലുകളെ കുറിച്ച് പഠിക്കണമെന്നും, ഓരോ വ്യക്തി ഒരു ഹദീസ് ഉദ്ധരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളുടെ ഫുൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. ഒരാൾക്ക് ചെറുപ്പകാലത്ത് നല്ല ഓർമ്മയായിരുന്നു, 40-ാമത്തെ വയസ്സിൽ ഭയങ്കര ഓർമ്മയായിരുന്നു. എന്നാൽ അയാൾക്ക് ഒരു 55 കഴിഞ്ഞപ്പോൾ മുതൽ അയാൾക്ക് എന്ത് സംഭവിച്ചു? ബുദ്ധിക്ക് കോട്ടം സംഭവിച്ചു. ഇതുവരെ പഠിക്കണം. എത്ര നാളെ അയാളുടെ ഓർമ്മശക്തി ഉണ്ടായിരുന്നു എന്ന് വരെ കൃത്യമായി റിജാലിന്റെ ഗ്രന്ഥത്തിൽ ഈ ഹദീസിന്റെ സനദിൽ വന്ന ആളുകളെ സംബന്ധിച്ച കൃത്യമായ പഠനങ്ങൾ മുസ്ലിം ലോകത്ത് നടന്നത് എന്നതിന്റെ ഭാഗമായിക്കൊണ്ട ദീൻ സംരക്ഷിക്കുക. ഇതിൽ അഴുക്കു വരരുത്, ഇതിലൊരു വൈകല്യവും വരരുത്, ഇതൊരിക്കലും ഒരു ഛിദ്രശക്തികളും ദുരുപയോഗം ചെയ്യരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അധ്വാനം അവർ നടത്തിയത്. അവിടെ മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഹദീസുകൾ ക്രോഡീകരിച്ചത്, ഹദീസ് ക്രോഡീകരണം നടത്തിയത്. ഇമാം ബുഖാരി തെറി പറയാണ്, ഇയാൾ റഷ്യയിൽ നിന്ന് എന്തിനാ വണ്ടി എറിയുന്ന ചില ആൾക്കാർ ചോദിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇമാം ബുഖാരി വെറുതെ വണ്ടി എറിയതല്ല,
അദ്ദേഹം വെറുതെ പണിയെടുത്തതല്ല. നേരെ മറിച്ച് നബിയുടെ ഹദീസുകൾ, ആ ഹദീസുകൾ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസം എന്ത്, കാര്യം അതിൻ്റെ പേരിൽ പല കള്ളവാദങ്ങളും പറയാൻ തുടങ്ങിയ ആളുകൾ, മുർജിയാക്കളെ പോലെ, നേരത്തെ പറഞ്ഞ ഹവാരിജികളെ പോലെ, പിന്നീട് വന്ന ഉപകക്ഷികളെ പോലെയുള്ള ആളുകൾ വ്യാജവാദങ്ങളില്ലാത്ത ഹദീസുകൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ കള്ളവാചകങ്ങൾ കെട്ടിപ്പറഞ്ഞ് പലതും പ്രചരിപ്പിച്ചപ്പോൾ അതിന് പ്രതിരോധം സൃഷ്ടിച്ചതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓരോ അധ്യായങ്ങളും നോക്കിയാൽ പോലും അത് മറുപടിയാണ്. ഏതുപോലെ അവസാനം നമ്മൾ കണ്ട അമാനി മൗലവി എന്തിനാ തഫ്സീർ എഴുതിയത്? എന്തിനാ തഫ്സീർ എഴുതിയത്? അമാനി മൗലവിക്ക് അങ്ങനെ ഒരു പൂതി, എന്ത്, ഒരു ഖുർആനിൽ തഫ്സീർ എഴുതണം, അങ്ങനെ തഫ്സീർ എഴുതിയാണോ? ആണോ? അല്ല. അമാനി മൗലവി തഫ്സീർ എഴുതിയത് CN അഹമ്മദ് മൗലവി തഫ്സീർ എഴുതിയോണ്ടാ. അപ്പൊ CN അഹമ്മദ് മൗലവി തഫ്സീർ എഴുതിയ പിന്നെ അമാനി മൗലവി തഫ്സീർ എഴുതുന്ന ആവശ്യം എന്താ? CN അഹമ്മദ് മൗലവി എഴുതിയ തഫ്സീറിൽ എന്തുണ്ട്? വ്യതിയാനമുണ്ട്. അതിൽ മുഅ്ജിസത്തുകളെ നിഷേധിക്കുന്ന പ്രവണതയുണ്ട്. അതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടുകൾക്കെതിരെയുള്ള നിലപാടുകൾ വരുന്നുണ്ട്. അത് ബോധ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അക്കാലഘട്ടത്തിലെ പരിമിതമായ സാഹചര്യങ്ങൾ, ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഇല്ല, നമ്മൾ ഉപയോഗിക്കുന്ന പോലെ സൈറ്റ് പരിശോധിക്കാനില്ല. ഒരു കിതാബ് വേണമെങ്കിൽ ഘാതങ്ങൾ നടന്നു പോയിട്ടൊരു കിതാബ് പരിശോധിക്കണം, നോക്കി വരണം. ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ആ കാലഘട്ടത്തിലെ സർവ്വ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഗ്രന്ഥം എഴുതി. ഇതാണ് ലോകത്ത് ഇന്ന് വരെ നടന്ന മുസ്ലിം ഉമ്മത്തിനിടയിലുള്ള ഏറ്റവും പോസിറ്റീവായ ഒരു പണ്ഡിതന്റെ ക്രിയേറ്റിവിറ്റി സർവ്വതും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധം തീർത്ത ചരിത്രം എന്തെന്ന് ചോദിച്ചാൽ അഹ്ലുസുന്നയുടെ നിലപാട് സമൂഹത്തിൽ ഉറപ്പിച്ചിരുത്താൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചുരുക്കി പറഞ്ഞ മനസ്സിലായോ? ഇതിന് ആമുഖേ പറയാൻ പറ്റുള്ളൂ, എൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ രംഗത്തും അവർ സംവാദങ്ങൾ, ഇന്നലകളിൽ നടന്ന സംവാദങ്ങൾ, മുജാദലകള്, വാദപ്രതിവാദങ്ങള്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ നടത്തിയ സംവാദങ്ങൾ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ ഖദരിയാക്കളുമായി നടത്തിയ സംവാദങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുമായി നടത്തിയ സംവാദങ്ങൾ, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സംവാദങ്ങളുടെ ചരിത്രമാണ്. വിജ്ഞാനം കൊണ്ടുള്ള അങ്ങേയറ്റത്തെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ ചരിത്രമെങ്കിൽ ആ അഹ്ലുസുന്നയുടെ പാതയിലാണ് ആരുള്ളത്? നമ്മളുള്ളത്. നമ്മുടെ ദൗത്യം നിങ്ങൾക്ക് ഈ വക്കാണോ വഴക്കേ ഉള്ളോ എന്നാൽ ചില ആൾക്കാർ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തൊക്കെ വിഷയങ്ങൾ പറയാം, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കണ്ടല്ലോ നമ്മളോട്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്തരമൊരു പ്രതിരോധം ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മുടെ മാതൃകയൊക്കെ മുൻഗാമികളാണ്, സലഫുകളാണ്. ഈ ഒരു മാതൃകയിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മെ സംബന്ധിച്ച് അള്ളാഹു വേറെ സംവിധാനം ഉണ്ടാക്കാം. പക്ഷെ നമുക്കതിനുള്ള തൗഫീഖ് തന്നു. അതാണ് നേരത്തെ വായിച്ചല്ലോ, അള്ളാഹു തൗഫീഖ് തരിക എന്നൊരു സംഗതി, അഹ്ലുസുന്നയുമായി യോജിച്ച് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് തരിക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സആദ, സൗഭാഗ്യം. ആ സൗഭാഗ്യം നമുക്ക് കിട്ടിയത് അള്ളാഹു തന്നത്. നമുക്കൊരുപാട് രാഷ്ട്രീയ പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, പേരെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. ആ സംഘടനയിലൊന്നും അള്ളാഹുവിൻ്റെ തൗഫീഖ് നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഈ പോരാട്ടം അഥവാ ജിഹാദിനേക്കാളും വലിയ സമ്പത്തും അതുപോലെ തന്നെ ശരീരവും സമർപ്പിക്കുന്ന ജിഹാദിനേക്കാളും വലിയൊരു പോരാട്ടം ഇസ്ലാമിക സമൂഹത്തിന് കവചം തീർക്കാൻ കഴിയുന്ന, അഹ്ലുസുന്നയ്ക്ക് കവചം തീർക്കാൻ കഴിയുന്ന, അഹ്ലുസുന്നയെ നിലനിർത്താൻ കഴിയുന്ന ആ ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തുറന്നു തന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ബാധ്യതയായി പറയേണ്ട ഒരു വാചകമുണ്ട്. അതെന്താ പറയുമോ? സ്വർഗത്തിൽ ചെന്നിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കി പറയുന്ന വാചകമാണ്. സ്വർഗത്തിൽ പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്ന വാക്കെന്താ? സ്വർഗത്തിലെത്തിയിട്ടേ പറയുന്ന വാചകം എന്താ? അൽഹംദുലില്ലാഹില്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നമ്മളൊക്കെ എങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്ന് പെട്ടു എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിഞ്ഞു ഇവിടെ ഇതെങ്ങനെയാണ് വന്ന് പെട്ടത് എന്നുള്ളത്. അള്ളാഹു തന്ന തൗഫീഖാണത് നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുക. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നയുടെ യഥാർത്ഥമായ വഴിത്താരയിൽ ഉറച്ചു നിൽക്കുക. നമുക്കറിയാം അത് മാത്രമാണ് ഹക്ക്, അത് മാത്രമാണ് സത്യം. ബാക്കിയുള്ള വഴിത്താരകൾ മുഅ്തസിലത്തിന്റെ ചിന്തയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മുസ്ലിമാണെന്ന് പറയുകയും യുക്തിവാദിയായി ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ചിന്തയിലാര്? യുക്തിവാദി. പേരിലാര്?
അതുപോലെ ജഹ്മികൾ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് അശരീ തരീക്കത്തിൻ്റെ ആളുകൾ, അതിലേക്കൊക്കെ വളരെ വിശദമായി പോകേണ്ട, ഡീപ്പായി ഇറങ്ങിച്ചെന്ന് സംസാരിക്കും. പക്ഷെ നമ്മളതിൻ്റെ ആമുഖം കാണാതെ പൂമുഖം കാണാതെ മുറി കാണാൻ പറ്റില്ലല്ലോ. ആദ്യം പൂമുഖം കാണുമല്ലോ, എന്നിട്ടല്ലേ മുറി കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ കക്ഷികളെയും എടുത്ത് അവരുടെ പിഴച്ചവാദങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കിയാലേ നമ്മെ സംബന്ധിച്ച് ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണ്, ഇവൻ പോക്ക് റെഡിയല്ല എന്ന് മനസ്സിലാക്കുന്നത്. അത്യാവശ്യം ഒരു 10 അഖീദയുടെ കിതാബ് വായിച്ചിരിക്കണം ഒരു മുജാഹിദ്. എത്ര അഹ്ലുസുന്നയിൽ വിരചിതമായ ഒരു 10 അഖീദയുടെ കിതാബ് ആര് വായിച്ചിരിക്കണം? ആര് വായിച്ചിരിക്കണം? മുജാഹിദുകൾ വായിച്ചിരിക്കണം. എങ്കിലേ ഒരു വണ്ടി പോകുമ്പോൾ, നമ്മൾ ചില ആൾക്കാർ വണ്ടി പോകുമ്പോൾ പറയില്ല അതിൻ്റെ ആ സൈലൻസർ ശരിയല്ല കേട്ടോ. ചില മെക്കാനിക്കന്മാർ പറയണില്ലേ അതിൻ്റെ ടയർ അത് ശരിയായിട്ടില്ല എന്നാണ്, അലൈൻമെൻറ്റ് ശരിയായിട്ടില്ല എന്ന് പറയും. നോക്കിയിട്ടാണ് പറയണോ, വണ്ടി ഒന്നും ഓടിച്ചിട്ടില്ല, അവന് കണ്ടാൽ അറിയാം ഇത് പോക്ക് ശരിയല്ല. മനസ്സിലായോ? ഇങ്ങനെ ഈ പോക്ക് ഒരാളെ നോക്കിയിട്ട് ആ വണ്ടി ശരിക്കും റൂട്ടിലാണോ അല്ലേന്ന് പറയാൻ കഴിയും. ആർക്ക് പറയും? ആർക്ക് കഴിയും? അഹ്ലുസുന്നക്ക് പറയാൻ കഴിയും അവൻ്റെ റൂട്ട് ശരിയാണോ അല്ലേ എന്നുള്ളത്. കാരണം വെച്ചാൽ അത്ര വ്യക്തമായ ഓരോ അലൈൻമെൻറ്റും ഒരു മില്ലി ഒരല്പം ഒരു മൈക്രോ തെറ്റിയാൽ അഹ്ലുസുന്നക്ക് അറിയാൻ പറ്റും ഈ വണ്ടി വിട്ടുപോവാണ്. അതിനെപ്പറ്റിയുള്ള ഒരുപാട് ഉദ്ധരണികളുണ്ട്. ഈ വിദ്യാർത്ഥികൾ കക്ഷികൾ തുടങ്ങുന്നതൊക്കെ വളരെ ചെറിയ കാര്യം കൊണ്ടാണ്. മനസ്സിലായോ? പക്ഷെ അത് പിന്നീടാണ് എന്താകുന്നത്, വലുതായി വലിയ ദുരന്തമായി മാറുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ റൂട്ട് നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കും. ഈ പറയുന്ന അനവധി ഇടവഴികളുണ്ട്. ആ വഴികളിലേക്കൊന്നും പോകാതെ നേരായ വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ആളുകൾ നമ്മളെ പറ്റിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ദിവസം രാത്രി എറണാകുളത്ത് നിന്ന് ഇങ്ങനെ പോവുക, രാത്രി നല്ല മഴ. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു സ്ഥലം, ബസ് എനിക്ക് തുറവൂർ ഇറങ്ങണ്ടേ. ഞാനൊരു കൂട്ടുകാരനുണ്ട്, ഞങ്ങൾ ചാടിക്കയറി. തിരുവനന്തപുരം എന്തായിരുന്നാലും തുറവൂർ വഴിയിലേ പോകുള്ളൂ. പക്ഷേ ഇത് കോട്ടയം വഴി പോണ ബസ്സായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്ന് ഏതാണ്ട് ഞങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ ഞങ്ങളേതാണ്ട് തൃപ്പൂണിത്തുറ കഴിഞ്ഞിട്ടുണ്ട്. ഈ കണ്ടക്ടർ എത്തുമ്പോൾ ഞങ്ങൾ പറഞ്ഞു തുറവൂർ 2. അയാളുടെ മുഖത്തേക്ക് എന്ത് തുറവൂർ 2 എന്ന് പറഞ്ഞു. തുറവൂരാ, ഇത് വൈക്കം വഴി പോണ ബസ്സാണ് എന്ന് പറഞ്ഞു രാത്രി. അപ്പോൾ മൂപ്പരോട് ഞങ്ങൾ പറഞ്ഞു, മൂപ്പണി അടുത്ത സ്റ്റേഷൻ എവിടെയാണ്? അവിടെ ധരിച്ചാൽ ഇനിയിപ്പോൾ റോഡും ഇറങ്ങിയിട്ട് വക്കത്ത് ഇറങ്ങിയാൽ പറ്റില്ലല്ലോ, ഒന്ന് കിടക്കുന്ന റോഡാണ്. അടുത്തത് എവിടെ? അപ്പോൾ വൈക്കത്ത് ഇറങ്ങിയാൽ കുഴപ്പമില്ല, ഞങ്ങൾ വൈക്കത്തേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ വൈക്കത്തേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ വൈക്കത്ത് പോയിരുന്നു. രാത്രി 12:30 കഴിയുമ്പോഴാണ് പിന്നെ തിരിച്ചെറണാകുളത്തേക്ക് ബസ്സുള്ളത്. അതവിടെ കാത്തിരുന്ന് ബസ് വന്നു. അപ്പോൾ ഇയാൾ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ബസ് ഓടിച്ചിട്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി വിശാലായിട്ട് കയറി. ഇത്രയും സമയം എന്തായാലും പോയി, ഇനിയിപ്പോൾ എന്തായാലും 1 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് എത്താലോ എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കാക്കക്ക് വഴി അറിഞ്ഞുകൂടാ. ആർക്ക്? ഈ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന KSRTC ഡ്രൈവർക്ക് വഴി അറിഞ്ഞൂല. അപ്പോൾ ഇയാൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ചോദിച്ചു, എനിക്ക് അങ്ങോട്ട് റൂട്ട് കൃത്യമായിട്ട് അറിയൂല, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കാക്ക സാഹിബ് ചാടി എന്നിട്ട് പറഞ്ഞു, ആന മുർഷിദ്, ഞാൻ അങ്ങ് വഴി കാണിക്കുന്ന ആളെന്ന് പറഞ്ഞ് വന്ന് ഫ്രണ്ട് ഇരുന്നാണ്. അങ്ങനെ ആ സമാധാനമായി. ഇനി എന്തായാലും ഡ്രൈവർക്ക് വഴി തെറ്റില്ല. അങ്ങനെ പോയി. പിന്നെ നോക്കുമ്പോൾ ഭയങ്കര കുലുക്കവും വണ്ടി ഇങ്ങനെ ചാടലും ഒക്കെ കാണുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഏതോ കാട്ടിലൂടെയൊക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ടാർ പരിസരത്തൂടെ പോയിട്ടില്ല. അങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞ് ഇയാൾ ചോദിക്കുന്നുണ്ട്, ഇതന്നെ വഴിയാ? അങ്ങനെ തന്നെ നേരെ പോട്ടെ എന്ന് മൂപ്പര് പറയുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞു, ഇവിടെ തന്നെ നിർത്തിക്കോന്നു. അങ്ങനെ നിർത്തിയിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്ന് മൂപ്പര് പോയി. മൂപ്പര് ഓട്ടോ കാശ് ലാഭിച്ചതാ. അവസാനം ഈ ഡ്രൈവർക്ക് എങ്ങനെ പുറത്ത് കിടക്കേണ്ടത്, ഇനി എങ്ങനെ ഹൈവേ വന്ന് കയറണമെന്ന് അറിഞ്ഞു. ഞങ്ങൾ മണിക്കൂർ പിന്നെയും ഇരുന്നു ആ വണ്ടിക്കകത്ത്. മനസ്സിലാക്കണം, ഇവിടെ എന്താ സംഭവിച്ചത്? നമുക്ക് വഴിയറിയില്ല. നമ്മൾ പിടിച്ചതാരെയാ? വഴിയറിയാത്തവനെയാണെങ്കിൽ അവൻ കൂടുതൽ വഴിതെറ്റിക്കും. ആരെ? നമ്മളെ. അതുകൊണ്ട് തന്നെയാണ് ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞത്. ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇതിൻ്റെ പ്രത്യേകത നബി വരച്ച് കാണിച്ചു. നബി പറഞ്ഞാൽ മതി. പക്ഷെ റസൂൽ അന്ന് സ്ക്രീനും സിസ്റ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് വരച്ചിങ്ങനെ കാണിച്ചു തന്നു. ഒരു വര നേരെ, എന്നിട്ട് ഇങ്ങനെ ക്രോസ് ലൈൻ വരച്ചു. പണ്ടത്തെ ഏരിയലുണ്ടല്ലോ പണ്ടത്തെ TV ഉണ്ടല്ലോ, മറ്റേ ഇപ്പോഴല്ലേ ഇതൊക്കെ മാറിപ്പോയത്. പഴയൊരു സാധനം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വടി വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഏരിയയിൽ അതിങ്ങനെ കറക്കിയും പൊക്കിയും താത്തിയൊക്കെയാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലൊരു വര, ഒരു നേരെ ഒരു വര, പിന്നെ ക്രോസ് ലൈൻ. എന്നിട്ട് നബി പറഞ്ഞു, ഇതാണ് നേരായ വഴി. പിന്നെ കുറേ ഇടവഴി കണ്ടില്ലേ, അവിടെയൊക്കെ ഓരോ പിശാചുണ്ടാവും. ഇതിനപ്പുറം എങ്ങനെ നബി പഠിപ്പിച്ചു തരിക?
അവിടെയൊക്കെ നിങ്ങളെ വിളിക്കാൻ ഒരു ശൈത്താൻ വാതിക്കൊക്കെ ഉണ്ടാവും. നിങ്ങളൊന്നും നോക്കരുത്, നേരെ പോയിക്കോണം എന്ന് റസൂല് കൃത്യമായി പഠിപ്പിച്ചത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് വിഷയം. അതുകൊണ്ട് അത് ഉൾക്കൊണ്ട് നേരിൻ്റെ വഴിയിൽ പഠിച്ചു പോകണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പഠിച്ചു പോകുന്നവനാണ്, അറിഞ്ഞു പോകുന്നവനാണ്, കണ്ടുപോകുന്നവനാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, ഒന്ന് തസ്ദീഖും ബിൽ ഖൽബ്. ഖൽബിൽ ഒരു കാര്യം കയറണമെങ്കിൽ പഠിച്ചാലേ കയറുള്ളൂ. ഹൃദയത്തിൽ പഠിച്ച് അള്ളാഹിനെ പറ്റി, റസൂലിനെ പറ്റി, ദീനിനെ പറ്റി പഠിച്ചു കയറ്റണം ഹൃദയത്തിലേക്ക്. അത് ഹക്കായ ഇൽമ്, നേരായ ഇൽമ്, ഖുർആന്റെയും സുന്നത്തിൻ്റെ ഇൽമ്, വഹീൻ്റെ ഇൽമ്, അത് ഹൃദയത്തിൽ കയറ്റുക. അത് കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, കാലുകൾ കൊണ്ട്, നാവുകൾ കൊണ്ട് പ്രകാശിപ്പിച്ച് ആ വെളിച്ചത്തിൽ നേരെ പോവുക എന്നതാണ് ദീനി വിഷയത്തിൽ നമുക്ക് പഠിപ്പിക്കുന്ന കാര്യം. ഇൻഷാ അല്ലാഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങളോ സംസാരങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് തുടരാം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. വെറുതെ സംശയം ചോദിക്കേണ്ട, അനിവാര്യമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ വിഷയത്തിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.